ജ്യോതികുമാർ ചാമക്കാല, ഇതൊരു ഒത്തുതീർപ്പോ കീഴടങ്ങലോ അല്ല, കുട്ടികളുടെ താല്പര്യം പരിഗണിച്ചുള്ള ഒരു ഇടക്കാല അറേഞ്ച്മെന്റ് മാത്രമാണ്. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ് എന്നാണ് CPM-ന്റെ വാദം. CPM പൂർണ്ണമായും കൺവിൻസ്ഡ് ആയോ അക്കാര്യത്തിൽ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ അതിനപ്പുറത്തുള്ള ഒരു വാദത്തിന് പ്രസക്തി ഇല്ലല്ലോ. അത് ദഹിക്കുന്നതാണോ? അഭിലാഷേ, ഇന്ന് എനിക്ക് ദഹിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നടപടിയെ മുഖ്യമന്ത്രിയുടെ പാർട്ടി, ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ അധികാര സ്ഥാനമായ സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു എന്ന് ഞാനും താങ്കളുമൊക്കെ വായിച്ചതല്ലേ. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പിന്തുണയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അത് അവരുടെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കുട്ടികളെ കരുതിയാണ്, കുട്ടികളുടെ ഭാവി കരുതിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു കോംപ്രമൈസിന് പോയത് എന്നെങ്കിലും ദയവ് ചെയ്ത് ഇത്തരത്തിൽ കുട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തതെന്നും പറഞ്ഞ് ഞങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, ബാക്കി സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് കൊടുക്കേണ്ട സെനറ്റിൻ്റെയും സിൻഡിക്കേറ്റിൻ്റെയും പ്രതിനിധികളെ കൊടുക്കാതിരിക്കുന്ന നിങ്ങളല്ലേ? ആക്ട് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ഇത്രയും കാലം ആരായിരുന്നു ഈ സെർച്ച് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ആരായിരുന്നു നോട്ടിഫിക്കേഷൻ? ഇതൊക്കെ ഈ രാജ്യത്ത് നിലവിലുള്ളതല്ലേ? എപ്പോഴാണ് നിങ്ങൾ തർക്കം തുടങ്ങിയത്? എന്തിനായിരുന്നു നിങ്ങളുടെ തർക്കം? നിങ്ങൾക്ക് എന്തായിരുന്നു നഷ്ടം? അപ്പോൾ അവിടെയല്ല പ്രശ്നം. ഇവിടെ ഈ കേസിനകത്ത് നമുക്കറിയാം, സിസ തോമസ് ഏറ്റവും വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദം അവിടെയാണ് കാണുന്നത്. സിസ തോമസിനെ KTUവിൻ്റെ വൈസ് ചാൻസലറായി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഗവർണറുടെ മുന്നിലേക്ക് കീഴടങ്ങുമ്പോൾ സിസ തോമസിനെതിരെ ഇവർ സ്വീകരിച്ചുള്ള നടപടികൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു സിസ തോമസിനെതിരെ അവർ നടപടി സ്വീകരിക്കാനിടയായ സാഹചര്യം? അഭിലാഷിന് അറിയാമല്ലോ. സിസ തോമസ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. ഇവിടെ രാജശ്രീ എന്ന് പറയുന്ന KTUവിൻ്റെ വൈസ് ചാൻസലറെ സുപ്രീം കോടതി അസാധുവാക്കിയപ്പോൾ പകരം ചുമതല കൊടുക്കാൻ ഒരാളോട് ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ആരും തയ്യാറാകാതെ വന്നപ്പോൾ, ഡയറക്ടർ തന്നെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ തന്നെ തയ്യാറാകാതെ വന്നപ്പോൾ തൊട്ടടുത്ത സീനിയർ ആളിനോട് നിങ്ങൾ ചുമതല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ, ഗവർണറല്ല ചാൻസലർ ആവശ്യപ്പെട്ടു. ചാൻസലർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഉത്തരവാദിത്വപ്പെട്ട പദവിയിലിരിക്കുന്ന ആളെന്ന നിലയിൽ ഡോക്ടർ സിസ തോമസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ കാണാനും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയെ കാണാനും ഒക്കെ ചെന്നപ്പോൾ അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഏറ്റവും അവസാനം അവർക്കെതിരായി സമരം നടത്തിയ SFI അവരെ സർവകലാശാലയിൽ കയറാൻ സമ്മതിക്കാതെയാക്കി. എന്തെല്ലാം പ്രത്യക്ഷ സമര പരിപാടികളാണ് SFI DYFI അവർക്കെതിരെ നടത്തിയത്. ഇനി അവർ റിട്ടയർ ചെയ്തതിന് മുമ്പ് അവരെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നു. അതിനെതിരെ അവർ പോരാടിയത് വെറും ഹൈക്കോടതിയിൽ മാത്രമല്ല, ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലുമൊക്കെ അവർ പോരാടിയതിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകിയത്. അപ്പോൾ അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു ചാൻസലർ ഗവർണർ പറഞ്ഞത് കേട്ടതിൻ്റെ പേരിൽ മാത്രം വേട്ടയാടി, വെറും വേട്ടയാടലല്ല, പരമാവധി വേട്ടയാടി അവർ സുപ്രീം കോടതിയിൽ നിന്ന് നീതി നേടിയവരാണ്. ആ സ്ത്രീയെ തന്നെ, ആ ഡോക്ടറെ തന്നെ, ആ പ്രൊഫസറെ തന്നെ ഇപ്പോൾ KTUവിൻ്റെ വൈസ് ചാൻസലറായി തിരിച്ച് അംഗീകരിച്ച് അതേ കസേരയിലേക്ക് കൊണ്ടിരുത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഡോക്ടർ സിസ തോമസ് സന്തോഷിക്കുന്നുണ്ടാകും. തന്നെ ആരൊക്കെയാണോ തള്ളിപ്പറഞ്ഞത് അവരൊക്കെ ഇപ്പോൾ തൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി, അല്ലെ തൻ്റെ അപ്പോയിൻമെൻറ്റിനെ സാധൂകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തിരിക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്, SFI-യെ സംബന്ധിച്ച്, DYFI-യെ സംബന്ധിച്ച് കീഴടങ്ങലല്ലാതെ പിന്നെ എന്താണ്? ഭാവിയെ കരുതിയാണോ? അല്ല, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കുട്ടികളുടെ ഭാവിയെ കരുതിയാണോ? ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ മറ്റൊരു സെനാരിയോ ഉണ്ട്. ഇതേ സിസ തോമസ് റിപ്പോർട്ട് എഴുതിയിട്ടുള്ള സജി ഗോപിനാഥിനെ VC ആക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ടെന്യൂറിൽ CAG ഓഡിറ്റ് നടന്നിട്ടില്ല, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 പേജോ മറ്റോ വരുന്ന റിപ്പോർട്ട് ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും പറ്റില്ല, ഒരു കാരണവശാലും ഇദ്ദേഹത്തെ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗവർണർ. അപ്പോൾ സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാർ വഴങ്ങിയപ്പോൾ സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണറും വഴങ്ങി. അപ്പോൾ ഇതിനൊക്കെ ഏത് തരത്തിലുള്ള എത്തിക്സ് ഉണ്ടെന്നൊരു പ്രശ്നമുണ്ട്. ഞാനൊരു പാർട്ടില്ല പറഞ്ഞു തരുന്നുള്ളൂ അഭിലാഷേ, ഞാൻ അതിലേക്കാണ് ബാക്കി വരുന്നത്. അപ്പോൾ താങ്കൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥിനെ സംബന്ധിച്ച്, സജി ഗോപിനാഥിൻ്റെ കാലത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ച് സിസ തോമസ് പുറത്തു കൊണ്ടുവന്നു, വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അവരെ അതിൻ്റെ പേരിൽ കൂടി വേട്ടയാടി. അപ്പോൾ സജി ഗോപിനാഥിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ചാൻസലർ, ഗവർണർ വന്നിട്ട് പോകുന്ന ഒരാൾ, അദ്ദേഹം നടത്തുന്ന നടപടി സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകണം, തർക്കമൊന്നും വേണ്ട. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി
ഒരാളെ ഒരു പദവിയിലേക്ക് ഇരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെതിരായി ആരോപണങ്ങൾ നിൽക്കുന്ന ഒരാളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മറിച്ച് ഗവർണർ ആവശ്യപ്പെട്ടത് താൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തതിൻ്റെ പേരിൽ മാത്രം അവരുടെ ബാക്കി നിന്ന സർവീസ് കാലയളവിൽ ഉടനീളം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വത്തെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് രണ്ടാണ് അഭിലാഷേ. ഒന്ന്. ഇനി മറ്റൊന്ന്, ഇവിടെ ഇതിൻ്റെ ഭാഗ്യപത്രമായിട്ട് എന്താ സംഭവിച്ചത്? ഡോക്ടർ അനിൽകുമാർ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന രാജ്ഭവന്റെ അതിർത്തി എന്താണ്? രാജ്ഭവന്റെ അതിർത്തി ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, ഗവർണർക്കെതിരായ ഒരു നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ നടപടിയാണ്. ആ നടപടിയിൽ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകൾ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ പോയിട്ടും ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു രജിസ്ട്രാർ, ആ രജിസ്ട്രാറെ ആ സസ്പെൻഷൻ കാലയളവിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. അദ്ദേഹം ഇവിടെ വിപ്ലവം നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം സസ്പെൻഷനിൽ പോയത്. അദ്ദേഹം ഇവർ പറയുന്ന ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യക്ഷ സമരപരിപാടികളുടെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്തുപോയത്. അദ്ദേഹത്തെ സംരക്ഷിക്കുവാനും ഈ സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള നാശനഷ്ടങ്ങളും അതിനുവേണ്ടി CPM-ഉം LDF-ഉം SFI-യും ഒക്കെ നടത്തിയിട്ടുള്ള ഒറ്റ സംഘർഷം, ആ സർവകലാശാലയുടെ മെയിൻ ഡോർ ഉൾപ്പെടെ അടിച്ചു തകർത്തത്, ആ സർവകലാശാല നടത്തിയ കാട്ടിക്കൂട്ടിയ അഭ്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തെ ബലി കൊടുത്തിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടി സാങ്കേതികമായ അഭിലാഷം ചോദിക്കട്ടെ. അദ്ദേഹം ഇപ്പോൾ കേരള സർവകലാശാല സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു രജിസ്ട്രാറാണ് അല്ലേ? ആ രജിസ്ട്രാർ സർവകലാശാലയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം മദർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അഥവാ ഞാൻ മനസ്സിലാക്കുന്നത് ശാസ്താംകോട്ട DB കോളേജിലേക്ക് മടങ്ങി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റ്, പ്രിൻസിപ്പൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റിനെ സാധൂകരിക്കാൻ നമ്മുടെ വൈസ് ചാൻസലർക്കോ യൂണിവേഴ്സിറ്റിക്കോ കഴിയുമോ? കഴിയില്ല. കാരണം സാങ്കേതികമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സർവകലാശാലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർക്കാർ പോയി കീഴടങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ സർക്കാർ കീഴടങ്ങി എന്നുള്ളതാണ് തന്നെയാണ്. ശരി, കീഴടങ്ങൽ എന്നുള്ളതാണ് പോയിന്റ്.